ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. വീണ്ടും ഒരു നല്ല ദിവസം വചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആകാശം മാറും, ഭൂമിയും മാറും, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനമോ വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഇന്ന് കേൾക്കുന്ന വചനം മാറ്റമില്ലാത്തതാണ്, സ്ഥിരമായതാണ്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. സകലത്തെയും തുളച്ചു ചെല്ലാൻ കഴിവുള്ള വചനമാണ്. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്നുള്ള വിഷയമാണ്. എന്താണ്? നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഹല്ലേലൂയ. എന്താ കൂട്ടുവേലക്കാർ എന്ന് പറഞ്ഞാൽ? എന്താ കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞാല്? പറഞ്ഞട്ടെ, എല്ലാം ഉറക്കമൊക്കെ പോട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞാൽ എന്താ? കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ? രണ്ടുപേരും ഒരേ ജോലി ചെയ്യുക, അപ്പൊ എന്താ? കൂട്ടുവേലക്കാരല്ലേ? ഒരേ വേല, കൂട്ടുവേലക്കാർ. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരെന്ന് പറഞ്ഞാലോ, ദൈവം എന്ത് പണിയാണ് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായിരിക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. ഉയരപ്പെട്ട കരങ്ങളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അങ്ങനായി തീരട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ എത്രയോ പേർ എന്തെല്ലാം ജോലി ചെയ്യുന്നല്ലേ? ദൈവത്തിന്റെ ജോലി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് ജനം വേണ്ടേ നമുക്ക്? ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരു വചനം വായിച്ചാലോ? 1 കൊരിന്ത്യർ 4-ാം അധ്യായം 9-ാം വാക്യം. 1 കൊരിന്ത്യർ അതിൻ്റെ 3:9 വായിച്ചാട്ടെ. 3:9, 3:9, 4 അല്ല, 3:9. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 9-ാം വാക്യം. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. മതി. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവർ. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാ? ഈ ലോകം വെളിച്ചം കാണണം, അല്ലയോ? ലോകം സത്യ ദൈവത്തെ അറിയണം. ഹല്ലേലൂയ. ഇന്ന് അനേകം പേർ ആരെ ആരാധിക്കണം എന്നുള്ള കൺഫ്യൂഷനില്ല, അല്ലയോ? പെട്ടെന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി എവിടെ പോയി പ്രാർത്ഥിച്ചാൽ ശരിയാവും? എവിടെ പോയാലാ സിസ്റ്ററെ എനിക്കൊന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നത്? ഒത്തിരി വേദനയിലും ഒത്തിരി കഷ്ടതയിലും ഒത്തിരി കണ്ണുനീരിലും ഒത്തിരി പ്രയാസത്തിന്റെ നടുവിലായിരിക്കുന്നു. എവിടെ പോയാൽ എനിക്ക് ആ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റും? ഞാൻ ഒത്തിരി ദൈവ സാന്നിധ്യം അന്വേഷിച്ച് നടന്ന ആളാ. എവിടെ കിട്ടുവാ ഈ സാന്നിധ്യം? എവിടെയാ ഇരിക്കുന്നത്? പല സ്ഥലങ്ങളിലും പോയി നോക്കി, ദൈവ സാന്നിധ്യം അന്വേഷിക്കാൻ പോയതാ. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ഈശ്വരനെ തേടി അലഞ്ഞുവോ, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അത് സിനിമയിലുള്ള പാട്ടാ, പണ്ട് കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതായിട്ടോ എന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ആ പാട്ട് വലിയ വാസ്തവമാണ്. നമ്മുടെ മനസ്സിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാവുമ്പോൾ എവിടെ കിട്ടും ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ആ ഒരു പൂർണ്ണത, ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞു മനുഷ്യരെല്ലാവരും ഇങ്ങനെ യാത്രയാവും. എത്രയോ പേർ സന്യാസത്തിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നല്ലേ? എന്തിനാ? ഈ സാന്നിധ്യം അന്വേഷിച്ചു പോകുക. ഒരിക്കലൊരു സഹോദരൻ ആസാമിന്റെ മലനിരകളിലൊക്കെ എത്തിയപ്പോൾ അവിടെ ഒരു സന്യാസിയെ കാണാനായിട്ടിടയായി. ആ സന്യാസിയോട് അയാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ മലനിരകളിലായിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയാനായിട്ടിടയായി, ഞാൻ സത്യത്തെ അന്വേഷിച്ചിറങ്ങിയതാണ്. ഒത്തിരി നാളായി ഞാൻ ഈ സത്യത്തെ അന്വേഷിച്ചിറങ്ങി, ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. മലയിലും കടലിലും കുന്നിലും പുഴയിലും ഒന്നും സത്യമില്ല. ഹല്ലേലൂയ. ഈ സത്യത്തെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് വരെ കണ്ടുകിട്ടിയിട്ടില്ല. ഉടനെ ആ സഹോദരൻ യേശുവിനെ അറിയുന്ന ആളായിരുന്നു. ആ സഹോദരനോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? ഈ വ്യക്തി കാഷായമൊക്കെ ഉടുത്ത് വലിയ മാലയൊക്കെ അണിഞ്ഞ് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി ജട പിടിച്ച ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ഭൂതങ്ങളും വിട്ടുപോയി. അദ്ദേഹത്തോട് യേശുവിനെ പറ്റി പറഞ്ഞു. യേശുവാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ ദൈവത്തോട് ചേർന്ന് കൂട്ടുവേലക്കാരായി തീരാൻ, കൂട്ടുവേല ചെയ്യുവാൻ ദൈവം ഇന്ന് ആൾക്കാരെ അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്, എന്നോട് കൂടെ ചേർന്ന് വേല ചെയ്യാൻ എത്ര പേരുണ്ട്? അനേകരിന്ന് ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ്.
പലരും പറയാറുണ്ട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, ഇവിടെ പോയി പ്രാർത്ഥിച്ചു, അവിടെ പോയപ്പോൾ ഇത് ശരിയായി, അവിടെ പോയപ്പോൾ ആ കാര്യം നടന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവർക്ക് അതിലൊന്നിലും ഒരു സംതൃപ്തിയോ സമാധാനമോ ഒന്നും കിട്ടാനായിട്ട് ഇടയായി തീരുന്നില്ല. പിന്നെയോ അവർക്ക് എന്തൊക്കെയോ ദാഹമോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇനിയും കിട്ടാനുള്ളത് പോലെ അവരെല്ലാം ഓടി അലഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. യേശു ശമര്യക്കാരിയോട് സ്ത്രീയോട് എന്താ പറഞ്ഞേ? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ദാഹിക്കില്ല, അതോടെ അങ്ങ് ദാഹം തീരും. യേശുവിനെ കണ്ടെത്തുന്നവർക്ക് ദാഹം തീരും. കാരണം അവൻ്റെ ഉള്ളിൽ വരുന്ന ഒരാത്മാവുണ്ട്, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവ്. അതവനെ നിത്യതയോളം നടത്തുന്നു. ഹല്ലേലൂയ! എവിടെ വരെ നടത്തുന്നു? നിത്യതയോളം നടത്തുന്നു. ഈ നിത്യതയുടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാൻ കഴിയുമെങ്കിൽ മറ്റനേകരെ ഈ നിത്യതയുടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് കഴിയും. ദൈവം കൂട്ടുവേലക്കാരെ അന്വേഷിക്കുക. എന്നോട് കൂടെ ജോലി ചെയ്താൽ മതി, ഒറ്റയ്ക്ക് പോണ്ട. എന്ത് ചെയ്യണ്ട? ഒറ്റയ്ക്ക് നിങ്ങൾ പോണ്ട. ഒറ്റയ്ക്ക് ദൈവം നിങ്ങളെ വിടത്തൂല്ല. എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എവിടെ പ്രാർത്ഥനയ്ക്ക് പോയാലും പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവേ എവിടാ പോവേണ്ടേ? ഇവിടെ പോകണോ? ആ വീട്ടിൽ പോകണോ? അവിടെ പോയി എന്ത് പറയണം? കാരണം അവിടെ ഇരിക്കുന്നവരല്ലോ എനിക്കറിയാമോ? ഒന്നും അറിയത്തില്ല. ചില ദിവസങ്ങളിൽ ഹസ്ബൻഡ് പറയാറുണ്ട്, ഇന്ന വീട്ടിൽ നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് പോയാലോ? ഞാൻ പറയും പറ്റില്ല, എന്നോട് ഒരാഴ്ച മുമ്പേ പറയണം. പിണങ്ങിയാലും ഞാൻ പറയും, എന്ത് പറയും? ഒരാഴ്ച മുമ്പെങ്കിലും പറയണം. കാരണം എനിക്ക് ചോദിക്കണ്ടേ പരിശുദ്ധാത്മാവിനോട്. ഞാൻ വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയി അവിടെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിടുതലും നടക്കില്ല. ഒരാഴ്ച മുമ്പെങ്കിലും എനിക്ക് കിട്ടണം. ഞാൻ ആ വിഷയം വെച്ചിരുന്ന് ശക്തമായി പ്രാർത്ഥിക്കും. നമ്മൾ ഒരുവന്റെ അടുത്ത് ഈ സുവിശേഷവും കൊണ്ടുപോയാൽ അവൻ രക്ഷിക്കപ്പെടണ്ടേ? അവൻ വെളിച്ചം കാണണ്ടേ? എങ്ങനെയും പോയി പ്രാർത്ഥിച്ചിട്ട് വരാനല്ല ദൈവം നമ്മളെ അയക്കുന്നത്. നമ്മൾ ഒരു ഭവനത്തിനകത്ത് കാൽ ചവിട്ടിയാൽ ആ ഭവനം വെളിച്ചം കാണണം. ഹല്ലേലൂയ! ആ ഭവനത്തിലുള്ള സകല അന്ധകാര മണ്ഡലങ്ങളും പിടിവിടണം. എത്രയോ കുടുംബങ്ങൾക്കകത്തെന്നറിയാമോ പിശാച് കയറി ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നേ? സുവിശേഷം പറയാൻ ആളില്ലാത്തോണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ സത്യങ്ങളെ വിളിച്ചു പറയാൻ ഇന്ന് ആളില്ലാത്തത് കൊണ്ട് പിശാചിന്റെ മെതിക്കളമായി ഇന്ന് പല ഭവനങ്ങളും പല കുടുംബങ്ങളും മാറിയിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ തേജസ്സോടുകൂടെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ! ആ തേജസ്സോടുകൂടി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കയറിപ്പോയി അകപ്പെടുത്തി കളയാനോ, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ശിഷ്യന്മാരെ അയക്കുമ്പോഴും കർത്താവ് അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തിരുന്നു. അല്ലേ? കൊടുത്തിരുന്നു. എന്തിന്റെ മേലൊക്കെ അധികാരം കൊടുത്തേ? ഭൂതങ്ങളുടെ മേലുള്ള അധികാരം, രോഗങ്ങളുടെ മേലുള്ള അധികാരം. ഹല്ലേലൂയ! ഇതെല്ലാം തന്നേ ദൈവം നമ്മളെ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ! യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പൊ എന്ത് ചെയ്യണം? കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ! കൊയ്ത്ത് വളരെ ഉണ്ട്. നമ്മൾ ഇന്ന് ഈ ദേശത്ത് നോക്കിയാൽ എത്രയോ മക്കളല്ലേ യേശുവിനെ അറിയാത്തത്? നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് നോക്കിക്കോ. ഹല്ലേലൂയ! എത്രയോ മക്കൾ യേശുവിനെ അറിയാത്തവർ. യേശു പറയാ, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. അപ്പൊ ദൈവത്തിന് ആരെ അതിന് വേണ്ടേ? വേലക്കാരെ വേണം. ഹല്ലേലൂയ! ദൈവത്തിന്റെ മനസ്സറിഞ്ഞ്, ദൈവത്തിന്റെ ചിന്തയറിഞ്ഞ്, ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് അനേകായിരങ്ങളെ എൻ്റെ യേശുവിന് വേണ്ടി നേടുവാൻ ദൈവത്തിന് കൂട്ടുവേലക്കാരെ വേണം. ഹല്ലേലൂയ! എത്ര പേർ തയ്യാറാണ്? ഞാൻ യേശുവിന്റെ കൂടെ വേല ചെയ്യുവാൻ തയ്യാറാ. ഹല്ലേലൂയ! യേശുവിനോട് കൂടെ വേല ചെയ്യുവാൻ തയ്യാറാ. ദൈവം പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അത് കൊള്ളാം അല്ലേ? ദൈവം എപ്പോൾ പ്രവർത്തിക്കുമോ ഞാനും എപ്പോഴും അപ്പോൾ പ്രവർത്തിക്കും. അങ്ങനെ യേശു ഒരു വാക്യം പറയുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ. നമുക്കൊന്ന് വായിച്ചാലോ? യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. എന്റെ പിതാവ് എന്ന് തുടങ്ങുന്ന ആ വാക്യം. യോഹന്നാൻ 5. എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? എന്റെ പിതാവ്. പിതാവ് ആരാ? ദൈവം അല്ലേ? ദൈവം ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ചാൽ ആര് പ്രവർത്തിക്കും? ഞാനും പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാനും പ്രവർത്തിക്കില്ല. ഹല്ലേലൂയ! അപ്പൊ എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കും. അപ്പൊ ഈ പ്രവർത്തനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ ചിന്തകളാലും ദൈവത്തിന്റെ ആലോചനകളാലും ദൈവത്തിന്റെ ഇഷ്ടത്താലും നമ്മെ നിറയ്ക്കുകയും നമ്മൾ ദൈവവേലക്കാരായി മുന്നിലേക്ക് ഇറങ്ങുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മുടെ മിക്സിയൊക്കെ പ്രവർത്തിക്കുന്ന അറിയത്തില്ലേ? നമ്മൾ എന്ത് ചെയ്യണം?
സ്വിച്ച് ഇടുമ്പോൾ അതിന്റെ മോട്ടർ ഓൺ ആവും. ജാറിനെ വെറുതെ വെച്ചാൽ പോരെ, അല്ലേ? ജാറ് വെറുതെ അതിൽ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അതിനകത്ത് കിടക്കുന്നതെല്ലാം കറങ്ങി അരഞ്ഞ് മനോഹരമായി പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും, അല്ലേ? നമ്മൾ എന്ത് മാത്രം പ്രവർത്തിപ്പിച്ചാൽ മതി? മോട്ടോർ പ്രവർത്തിച്ചാൽ മതി. അതുപോലെയാണ് ദൈവത്തിന്റെ ശക്തി. മിക്സിയുടെ മോട്ടോർ പ്രവർത്തിക്കുന്നത് പോലെ ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ എന്ത് ചെയ്യും? ആ ബലത്തോടെ പൗലോസ് പറയുക, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന വോഴ്സിനൊത്തവണ്ണം ഞാൻ പോരാടി അധ്വാനിക്കുന്നത്. അപ്പൊ എന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്താ? പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ പ്രവർത്തനം എന്നിൽ വ്യാപരിക്കുക. മിക്സിയുടെ മോട്ടോർ പ്രവർത്തിക്കുന്നത് പോലെ ദൈവത്തിന്റെ ശക്തി എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ ജോലി ഒരു ജാറായിട്ടിരിക്കുക എന്ന് മാത്രം. ഹല്ലേലൂയ. ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കൊരു വചനം വായിക്കാം. താങ്ക് യു ജീസസ്. നന്ദി അപ്പ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10 അതിന്റെ 1 മുതലുള്ള വാക്യം നമുക്ക് വായിക്കാം. 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവരെ തനിക്ക് മുൻപായി കീഴത്തായി അയച്ചു. അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ ഉണ്ട്, സത്യം, വേലക്കാരും ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനോ അപേക്ഷിക്കും. മതി മതി. ഹല്ലേലൂയ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യ, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. അപ്പോ അതിന്റെ 16-ാം വാക്യം, ലൂക്കോസ് 10:16, നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെന്ന് പറഞ്ഞ ആരാ? നമ്മളല്ലേ? കർത്താവ് ആരെയാണോ അയക്കുന്നത് അവരുടെ വാക്ക് കേൾക്കുന്നവർ. ആരുടെ വാക്ക് കേൾക്കുന്നു എന്നാ? യേശുവിന്റെ വാക്ക്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അമൃതയുടെ വാക്ക് അല്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഞാൻ വചനം പറയാൻ അയച്ചാൽ പിന്നെ അവൻ പറയുന്ന ആരുടെ വചനമാണ്? ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. ഹല്ലേലൂയ. അപ്പൊ ചിലർ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ഒത്തിരി സങ്കടം ഉണ്ടായിട്ടില്ലേ? എനിക്ക് ഒത്തിരി സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. സുവിശേഷം പറയുമ്പോൾ അവര് അംഗീകരിക്കില്ല. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. അവരാരെയാ തള്ളിയത്? ജീവന്റെ വെളിച്ചമായ യേശുവിനെ. ഹല്ലേലൂയ. നമുക്ക് സുവിശേഷം പറയാം, ആരോട് വേണമോ പറയാം. കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്നു. പക്ഷെ കൈക്കൊള്ളണമോ വേണ്ടയോ എന്ന് കേൾക്കുന്ന ആള് തീരുമാനിക്കണം. യേശുവിനെ പറ്റി ആരോട് വേണമെങ്കിലും നമുക്ക് പറയാം. കർത്താവ് നമ്മളെ അയച്ചിരിക്കുകയാണ്, അഭിഷേകത്താൽ നിറച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളെ കൈക്കൊള്ളുന്നവൻ ആരെ കൈക്കൊള്ളുന്നു? അയച്ച ദൈവത്തെ കൈക്കൊള്ളുന്നു. നമ്മളെ തള്ളുന്നവൻ നമ്മളെ അയച്ച ദൈവത്തെയാ തള്ളുന്നത്. നമ്മൾ അതിൽ ലജ്ജിക്കേണ്ടതോ വേദനപ്പെടേണ്ടതോ പ്രയാസപ്പെടേണ്ടതോ ആയ ഒരു കാര്യങ്ങളുമില്ല. അതിന്റെ 17-ാം വാക്യം, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. യേശു പറഞ്ഞു വിട്ടവർ എങ്ങനെ മടങ്ങി വന്നു എന്നാ? സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറയുക, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ നാമത്തിൽ ആര് കീഴടങ്ങി? ഭൂതങ്ങൾ കീഴടങ്ങി. ഹല്ലേലൂയ. ദൈവം നിങ്ങളെയും എന്നെയും സുവിശേഷം പറയാനായിട്ട് അയക്കുമ്പോൾ സകല ശക്തിയും അധികാരങ്ങളും പിശാചിന്റെ തലയെ തകർക്കുവാനുള്ള സകല അഭിഷേകവും തന്നെ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. വെറുതെ ദൈവം നമ്മളെ അയക്കില്ല, ഒരു സ്ഥലത്തും അയക്കില്ല. ഹല്ലേലൂയ. അഭിഷേകത്താൽ നിറച്ചു മാത്രമേ ദൈവം അയക്കുകയുള്ളൂ. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന്റെ 18-ാം വാക്യം, യേശു അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. ഹല്ലേലൂയ. യേശു എന്ത് അധികാരമാണ് നമുക്ക് തന്നിരിക്കുന്നേ? പറഞ്ഞാട്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു എനിക്ക് അധികാരം തന്നിരിക്കുന്നു. പിശാചിന് എന്റെ മേൽ കയറി കളിക്കാൻ പറ്റത്തില്ല. അവന് എന്റെ മേൽ അധികാരമില്ല. ഇത് പറയാൻ, അവന്, പിശാചിന് എന്റെ മേൽ അധികാരമില്ല. എനിക്കാണ് പിശാചിന്റെ മേൽ അധികാരം. ഹല്ലേലൂയ. ഇത് നിങ്ങൾ ഇന്ന് ഏറ്റെടുത്തിട്ടേ പോകാവൂ. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ച് ഇത് ഏറ്റെടുത്ത് ഹൃദയത്തിൽ കൊണ്ടേ പോകാവൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും
ഞാൻ നോക്കി പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, നിങ്ങൾ ആ അധികാരത്തോടെ എഴുന്നേൽക്കേണ്ടവർ, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി. ദൈവം എന്ത് ചെയ്യുന്നോ അത് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാനായി ദൈവത്തിന്റെ അധികാരത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലവും നിങ്ങളുടെ കാൽ കീഴിലായി മാറും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എഴുന്നേൽക്കാതിരുന്നാലോ പിശാച് എഴുന്നേറ്റ് കളിക്കും. ഹല്ലേലൂയ. അവിടെയാ നമുക്ക് വരുന്ന പ്രശ്നം കേട്ടോ. ഒത്തിരി കാലം പിശാച് എന്നെ അങ്ങ് വല്ലാതെ പേടിപ്പിച്ചിട്ടുണ്ട്. സത്യമാണ്. വല്ലാതെ ഒതുക്കി പേടിപ്പിച്ചു, നിരാശയായിട്ട് പേടിപ്പിച്ചു, നിന്റെ ജീവിതം കൊണ്ട് ഇനി അർത്ഥമില്ലെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു, ജീവിതം മുഴുവൻ അവസാനിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു, രോഗമിട്ട് എന്നെ പേടിപ്പിച്ചു, നാട് വിട്ട് ഓടിക്കുമെന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. ഇനി ഞാൻ അവനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി തവണ ഞാൻ പേടിച്ചതാണെങ്കിൽ ഇനി അവന്റെ രാജ്യത്തിന്റെ അവസാനം കാണാതെ ഞാനും മറത്തില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ പേടിപ്പിച്ച് പിശാച് എന്തേലും പ്രതിസന്ധിക്കകത്ത് ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിട്ട് അവന്റെ തലയെ ചവിട്ടിയിട്ട് പറയണം, പിശാച് നിനക്കല്ല എൻ്റെ കുടുംബത്തിന്മേൽ അധികാരം, നിനക്കല്ല എൻ്റെ സന്തതികളുടെ മേൽ അധികാരം, നിനക്കല്ല എൻ്റെ ജീവിത പങ്കാളികളുടെ അധികാരം. ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നത് നിന്നെ ചവിട്ടാൻ. നിനക്ക് എന്നെ ചവിട്ടാൻ റൈറ്റ് ഇല്ല, അധികാരമില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആ അധികാരം എടുക്കുകയും നിങ്ങൾ ഉപയോഗിക്കുകയും വേണം. എത്ര പേർ ഇതുവരെ അധികാരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്? കരമുയർത്തി കാണിച്ചു നോക്കട്ടെ. ആരും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ ഉപയോഗിക്കണം സഹോദരങ്ങളെ. ഈ അധികാരം കയ്യിൽ വാങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ 1 ഏക്കർ സ്ഥലം ഞാൻ നിങ്ങളുടെ കയ്യിൽ അങ്ങ് പതിച്ചു തരികയാണ്. പക്ഷെ നിങ്ങളെങ്ങും ആ സ്ഥലത്തിൽ പോയി നോക്കിയിട്ട് പോലും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരം? ദൈവം ആ അധികാരം എടുക്ക. ഹല്ലേലൂയ. അവന്റെ ആയുധങ്ങൾ താഴെ വെപ്പിച്ചതാ ദൈവം. ഹല്ലേലൂയ. അവന് നിങ്ങളുടെ മേൽ അധികാരമില്ല. രോഗത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ശാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. പൈശാചിക ശക്തികൾക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല. ഹല്ലേലൂയ. സകലത്തെയും ജയിച്ച യേശുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. പിശാച് നോക്കുമ്പോ നമ്മൾ ഈ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അവൻ കുറച്ചൊന്നും മാറി നിന്നും വട്ടം ചുറ്റിയുമേ നോക്കാൻ പോലും ധൈര്യപ്പെടുത്തുള്ളൂ. എന്തുകൊണ്ടാ? നിങ്ങളുടെ അധികാരം നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു രാജാവിന്റെ മകൻ അവൻ രാജാവിന്റെ മകനാണെന്ന് അറിയാതെ ഭിക്ഷക്കാരുടെ കൂടെ പോയാൽ എങ്ങനെ ഇരിക്കും? അവൻ എന്തേലും അധികാരം ഉണ്ടോ? പിന്നെ ഇല്ലല്ലേ. ഈ രാജാവിന്റെ മകൻ മോഷ്ടിക്കപ്പെട്ടു, അവൻ ഇപ്പോ ഒരു കൊള്ള സങ്കേതത്തിലോ ഭിക്ഷക്കാരുടെ കൂടെ ആണെങ്കിൽ അവൻ ആ അധികാരവും ആ പവറും ആ വിലയേ ഉള്ളൂ. നമ്മൾ രാജാവിന്റെ മക്കളാ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പിശാചുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് നമുക്ക്. ഹല്ലേലൂയ. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണെങ്കിൽ ഇരുളുമായി നമുക്ക് എന്ത് കൂട്ടായ്മ? ഹല്ലേലൂയ. പിശാചുമായി നമുക്കൊരു ബന്ധവുമില്ല. നമ്മൾ പറഞ്ഞാൽ അവൻ അനുസരിക്കും. അതുപോലെ ഹല്ലേലൂയ. ശിഷ്യന്മാർ പറഞ്ഞപ്പോ വിട്ടുപോന്ന് പറഞ്ഞാൽ വിട്ടുപോകും, ഇരിടാന്ന് പറഞ്ഞാൽ ഇരി, നിൽക്കടാന്ന് പറഞ്ഞാൽ നിൽക്കും. ഹല്ലേലൂയ. അത്രേ ഉള്ളൂ പിശാച്, അത്രേ ഉള്ളൂ. നമ്മൾ വരയ്ക്കുന്നിടത്ത് അവൻ നിൽക്കും. ഹല്ലേലൂയ. കാരണം എന്താ? അധികാരം എൻ്റെ കയ്യിലാ. അവൻ നോക്കുമ്പോ പോക്കറ്റിൽ അധികാരപത്രം ഇരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. അറസ്റ്റ് വാറണ്ട് ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം പോലീസുകാർക്ക്, അല്ലേ? അതുപോലെ നമ്മുടെ കയ്യിലുണ്ട് അധികാരം, അവനെ പിടിച്ചു കെട്ടേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ മിണ്ടാതെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അധികാരം ആരെടുക്കണം? നമ്മൾ തന്നെ എടുക്കണം. ഹല്ലേലൂയ. പേടിച്ച് ഒതുങ്ങിയാൽ ഒതുങ്ങിക്കൊണ്ടിരിക്കാം, ഒരിക്കലും നമുക്ക് അവനെ ജയിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ എഴുന്നേറ്റാൽ, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റതായിരിക്കണം. ഹല്ലേലൂയ. പിന്നെ എന്തെല്ലാം പിന്നിലോട്ട് വലിച്ചാലും അവിടെ വീഴാനല്ല. ഹല്ലേലൂയ. എഴുന്നേറ്റാൽ മുന്നിലോട്ട് വെച്ച കാൽ മുന്നിലോട്ട് തന്നെ വെക്കണം. കർത്താവ് പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നെ പിന്നിലോട്ട് നോക്കരുത്. നമ്മൾ എഴുന്നേറ്റാൽ ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നത് പോലെ നമ്മൾ ഇറങ്ങണം. യുദ്ധക്കളത്തിൽ ഇറങ്ങിയ ഒരു പടയാളി, അയ്യോ ബോംബ്, ഓടൂ, കണ്ട് തിരിച്ചോടൂ. അവൻ ഇറങ്ങിയത് എന്തിനാ? ജയിക്കാൻ. ഹല്ലേലൂയ. ജയിക്കാനായി നിങ്ങൾ തുടങ്ങിയാൽ തോൽക്കാനായിട്ട് പിശാചും തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേർ അധികാരം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടത്. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എന്താണ്? ഒന്നും, ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും
നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. ഞാനൊരു പാമ്പിന്റെ വാലിലോട്ട് ചവിട്ടി അത് ചിലപ്പോൾ എന്നെ തിരിഞ്ഞു കൊത്തും അല്ലേ, എന്ന് അവന്റെ തലക്കിട്ടങ്ങ് ചവിട്ടിയാലോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ അധികാരം അങ്ങനെയാ. കേട്ടോ കേട്ടോ അമ്മച്ചി, ഹല്ലേലൂയ. എല്ലാത്തിനെയും ചവിട്ടാനുള്ള അധികാരം, ഒരു ദോഷവും വരത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പിശാചിന്റെ പോരുകളെ ശാസിച്ചാൽ അവൻ വന്ന് എന്നെ തിരിഞ്ഞു കൊത്തുവോ? ഇല്ല. കാരണം അവന് അതിനുള്ള റൈറ്റ് ഇല്ല, അതിനുള്ള അധികാരമില്ല. നമ്മുടെ കയ്യിലാണ് എന്തിരിക്കുന്നത്? അധികാരം ഇരിക്കുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം കേട്ടോ, അത് കഴിഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 16:15 മുതൽ 20 വരെ. പിന്നെ അവൻ അവരോട് സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിപ്പിൻ, രക്ഷിക്കപ്പെടും, അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂലോകത്തിലൊക്കെയും പോയി സാക്ഷ്യം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരുടെ കയ്യാൽ എന്ത് നടക്കുമെന്ന് പറ? അടയാളങ്ങൾ. പറഞ്ഞാട്ടെ സഹോദരൻ, അടയാളങ്ങൾ നടക്കും. പറ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കയ്യാൽ അടയാളങ്ങൾ നടക്കും. പറഞ്ഞാട്ടെ, വിശ്വസിക്കുന്നവരുടെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും, ഈ ലോകം കാണാത്ത പല കാര്യങ്ങളും നടക്കും. ഹല്ലേലൂയ. എൻ്റെ ഈ കരത്താൽ നടക്കും. പറഞ്ഞാട്ടെ, എൻ്റെ ഈ കരത്താൽ നടക്കും. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി എൻ്റെ കരത്തിലൂടെ അത്ഭുതങ്ങൾ നടക്കും, യേശുവിന് വേണ്ടി എൻ്റെ കരത്തിലൂടെ അടയാളങ്ങൾ നടക്കും. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഒന്ന് വായിച്ചാട്ടെ, എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, യേശുവിലെ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യാൽ അടയാളങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന്. ഭൂതത്തെ കണ്ട് ഓടുമെന്നല്ല. ഈ ശുശ്രൂഷയിലൊക്കെ ആദ്യ സമയത്തൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂതമുളകും എന്ത് ചെയ്യും? നമ്മളോടും. എന്തുകൊണ്ട്? അപ്പൊ പരിചയമില്ലല്ലോ നമുക്ക്. നമ്മുടെ കയ്യിരിക്കുന്ന ഈ അധികാരം കണ്ടിട്ട് അവൻ ഓടുന്നേ, നമ്മൾ അവനെ കണ്ടോടും. സ്തോത്രം. നിങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടെന്ന് അനുഭവമില്ല. ഞാൻ ഒരു പ്രെയർ ടവറിൽ കുറച്ച് സമയം വർക്ക് ചെയ്യാനുള്ള പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം എനിക്കൊരു പ്രാർത്ഥനാ ഗോപുരത്തിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ വരുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഭൂതങ്ങളൊക്കെ ഇളകുമ്പോൾ അവിടേക്ക് ദേവദാസൻ പറയും, അവരെ പോയി പിടിക്കാൻ പറയും. അയ്യോ, എനിക്കറിയില്ല, ഒരു ലോറി പിടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോറിയെ പിടിച്ചു നിർത്താൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ ഭൂതം ഇളകിയ ആളിനെ പിടിക്കാൻ പറ്റില്ല. എന്തോ ഒരു ബലമാണെന്നറിയാമോ അവർക്ക്? ഒരു രക്ഷയില്ല. നമ്മളെല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് കളയും. സ്തോത്രം. ഭൂതത്തിന് ഇത്രയും ബലമാണെങ്കിൽ ദൈവത്തിന് എത്ര ബലം ഉണ്ടാവും? സ്തോത്രം. ഹല്ലേലൂയ. ശിംശോന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ എന്താ സംഭവിച്ചേ? ഓ ഹല്ലേലൂയ, അതെല്ലാം നമുക്കറിയാം അല്ലേ? സ്തോത്രം. അപ്പോ ഈ ഭൂതം ഇളകിയപ്പോ ഞാൻ ആദ്യം എല്ലാം പേടിക്കുമായിരുന്നു. കാരണം എന്താ? നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. പിന്നെയാ മനസ്സിലാകുന്നേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ അധികാരം, ദൈവം തന്നിരിക്കുന്ന അഭിഷേകം കണ്ടിട്ടാണ് ഈ ഭൂതം ഇളകുന്നത്. അപ്പൊ നമ്മൾ ഭൂതത്തെ കണ്ട് ഓടാനല്ല, നമ്മൾ ഭൂതത്തെ ഓടിക്കണം. പറഞ്ഞാട്ടെ, ഞാൻ ഭൂതത്തെ ഓടിക്കും, ഞാൻ ഭൂതത്തെ കണ്ട് ഓടില്ലെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഭൂതത്തെ കണ്ട് ഓടില്ല, ഞാൻ ഭൂതത്തെ ഓടിക്കുന്നവളായി തീരും, ഓടിക്കുന്നവനായി തീരും. ഹല്ലേലൂയ, സ്തോത്രം. എത്ര ഭൂതം വന്നാലും ഇന്ന് എനിക്ക് പേടിയില്ല. ഭൂതത്തിന്റെ കോട്ടയിൽ കൂടി കയറി ഞാൻ കടന്നു പോകും. എനിക്കൊരു പേടിയില്ല ഒരു ഭൂതത്തിന്. എന്നെ കണ്ട് ഭൂതങ്ങൾ കൂട്ടത്തോടെ ഓടട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നന്ദി കർത്താവേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. 2, പുതു ഭാഷകളിൽ സംസാരിക്കും. എന്ത് ചെയ്യുന്ന? പുതിയ ഭാഷയിൽ സംസാരിക്കും. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പുതിയ ഭാഷയിൽ സംസാരിക്കാനായിട്ട് സാധിക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കും ഒരു പുതിയ ഭാഷ വേണം? ഹല്ലേലൂയ, സ്തോത്രം. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെല്ലാവരും പുതിയ ഭാഷയിൽ സംസാരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. 3-ാമത്തെ കാര്യം, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. എന്ത് ചെയ്യുന്നു? സർപ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കാണുന്ന പാമ്പുകളല്ല, അവർ പൈശാചിക ശക്തിയെ ഉദ്ദേശിക്കുന്ന. അവൻ ഏതെങ്കിലും തുരങ്കത്തിനകത്ത് പതുങ്ങിയിരുന്നാൽ നമ്മൾ അവിടെ പോയി അവനിട്ട് പിടിക്കും. ഹല്ലേലൂയ. വണ്ടി പിശാചെന്ന് പറയുമ്പോഴേ നമ്മൾ പേടിച്ചോടുമെങ്കിൽ അഭിഷേകത്തിന്റെ നിറവിൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവൻ പേടിച്ചോളിച്ചാൽ അവനെ പൊത്തിന്ന് വലിച്ചെടുത്ത് തീയിലോട്ട് എറിയും. പൗലൂസ് എറിഞ്ഞതുപോലെ
ചില അണലികൾ ചുറ്റിയാൽ അവനെ കൊടയുന്ന അഭിഷേകം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണത്. ഹല്ലേലൂയ. അവൻ സർപ്പങ്ങളെ പിടിച്ചെടുത്ത് അവന്റെ കൂട്ടിപ്പോയി, അവന്റെ താവളത്തിൽ പോയി, ആഭിചാരം ചെയ്യുന്നവന്റെ അടുത്ത് പോയി, മന്ത്രവാദികളുടെ അടുത്ത് പോയി അവന്റെ മന്ത്രവാദ തകിടുകൾ വരെ തകർക്കാൻ കഴിയുന്ന അഭിഷേകത്തിന്റെ ശക്തി. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രവാദി വീട്ടിൽ തീയിറങ്ങണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആഭിചാരം ചെയ്ത് മന്ത്രവാദം ചെയ്ത് ദേശത്തെ നശിപ്പിച്ച് കളയുന്നവർ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ കത്തി മന്ത്രവാദ പലകകൾ നശിച്ചു പോകുന്നത് എത്ര പേർക്ക് ആത്മാവിൽ കണ്ടെന്ന് ദൈവത്തെ സ്തുതിക്കാനായി കഴിയും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. 4, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. ഹല്ലേലൂയ. നിങ്ങളെ തള്ളിയിടാൻ വേണ്ടി പിശാചാഭിചാരങ്ങൾ ചെയ്ത് മന്ത്രവാദങ്ങൾ ചെയ്ത് കൈവശങ്ങൾ തന്ന് നിങ്ങളെ തള്ളിയിടാൻ നോക്കിയാൽ പോലും മരണകരമായ യാതൊന്നു കുടിച്ചാലും നിന്റെ അകത്തേക്ക് എത്ര വിഷം പിശാച് ചീറ്റിച്ചാലും നിങ്ങളെ തള്ളിയിടാനോ നശിപ്പിക്കാനോ ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കാനോ കഴിയില്ലെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. ആ അഭിഷേകത്തിന്റെ നിറവിൽ നിങ്ങൾ ചലിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരൊറ്റ ദുഷ്ടശക്തി നിന്റെ നേരെ നിൽക്കില്ല. യോശുവയോട് ദൈവം പറഞ്ഞു, മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെ ഞാൻ ഇരിക്കും. ഹല്ലേലൂയ. നിന്നോട് കൂടെ ഞാൻ ഇരിക്കും. നിന്നെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് അവരെ എത്തിക്കേണ്ട കനാനിൽ എത്തിക്കാനാണെങ്കിൽ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, ചിലരെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കാൻ, ചിലരെ വെളിച്ചം കാണിക്കാനാണ് കുഞ്ഞുങ്ങളെ നിങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് വരയ്ക്കും ഒരൊറ്റ ദുഷ്ടന്റെ തീയമ്പ് നിങ്ങളുടെ ഭവനത്തിലോ കുടുംബത്തിലോ ജീവനിലോ തലമുറകളിലോ അടുക്കുകയില്ല. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. 5 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, അല്ലയോ? ഇനി ആന്റി രോഗിയുടെ കൈമേൽ കൈവയ്ക്കുമ്പോ സൗഖ്യം വരും കേട്ടോ. സൗഖ്യം വരും. ഹല്ലേലൂയ. സ്തോത്രം. രോഗികളുടെ മേൽ നമ്മൾ കൈവച്ചാൽ എന്ത് വരുമെന്ന്? സൗഖ്യം വരും. കൊറോണയൊക്കെ ആയിരുന്ന സമയത്ത് കൊറോണ രോഗിയൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പേടിയ എല്ലാവർക്കും, അല്ലേ? ആ സിസ്റ്റർക്ക് പേടിയില്ല, കൊറോണ രോഗിയൊക്കെ നോക്കിയ ആളാ. കൈവച്ച് പ്രാർത്ഥിക്കാൻ പേടിയ. എന്തോ പകരും, അല്ലേ? നീ കൈവച്ചാൽ രോഗം പകരുമെന്നാണോ എഴുതിയിരിക്കുന്നേ? ഹല്ലേലൂയ. കൈവച്ചാൽ അവൻ സൗഖ്യമാകുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നീ ഒരുവന് കൈ കൊടുത്താൽ അവന്റെ ശരീരത്തിലുള്ള രോഗാണുക്കൾ നശിക്കണം. രോഗം ഇങ്ങോട്ട് പകരരുത്, പകരത്തുമില്ല. ഹല്ലേലൂയ. കൊറോണ ആയിരുന്നപ്പോൾ ഞാൻ കൊറോണയുള്ള ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കൊറോണയും വന്നിട്ടില്ല. എങ്ങാനും കൊറോണ വന്നിരുന്നെങ്കിൽ എന്നെ ഇന്ന് കാണാനും പറ്റില്ലായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട്, നമ്മുടെ കൂടെ കർത്താവ് ഇരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞ് ചലിക്കുന്നത് കൊണ്ട് ഈ 5 കാര്യങ്ങൾ, ഈ 5 അടയാളങ്ങൾ നമ്മുടെ കയ്യാൽ നടക്കും. നിങ്ങൾ ഇതൊന്ന് പറഞ്ഞുകൊണ്ട് വേണം പോകാൻ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അവന്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷയിൽ ഞാൻ സംസാരിക്കും, സർപ്പങ്ങളെ ഞാൻ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും എനിക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ ഞാൻ കൈവച്ചാൽ അവൻ സൗഖ്യമാകും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി ഇറങ്ങാൻ ഇനി എത്ര പേർ റെഡിയാണ്? ഹല്ലേലൂയ. സ്തോത്രം. നാം ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. ഈ ആത്മാവിനാൽ നിങ്ങൾ ഇപ്പോൾ നിറഞ്ഞതുപോലെ അതേ ചൈതന്യത്തോടെ ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോയാട്ടെ. ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കാനായി പോകുന്നു. ഈ നാളുകളിൽ നിങ്ങൾക്ക് പ്രായഭേദമോ സാഹചര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കരുത്. കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തോട് കൂടെ ചേർന്ന് ദൈവം പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു, ദൈവം ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. എത്ര മനോഹരമായ ഒരു ജീവിതമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ചാൽ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഇത്രയും സമയം അങ്ങയുടെ വിലപ്പെട്ട ദൈവവചനം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പിതാവേ. കർത്താവേ, അങ്ങിപ്പോൾ സംസാരിച്ചതുപോലെ അങ്ങയുടെ കൂട്ടുവേലക്കാരായി ഇറങ്ങാൻ, ആ കൈകളിലൂടെ അടയാളങ്ങൾ നടക്കാൻ, അത്ഭുതങ്ങൾ നടക്കാൻ, അനേകരെ എൻ്റെ അപ്പന് വേണ്ടി നേടുവാൻ പ്രിയ മക്കളെ അങ്ങ് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. ശത്രുവിന് അവരുടെ മേൽ യാതൊരു അധികാരവുമില്ല. ഞങ്ങൾക്കാണ് അവന്റെ മേൽ സമ്പൂർണ്ണ അധികാരമുള്ളത്. സകലത്തെയും ജയിക്കാനുള്ള കൃപയാൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണം.
അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ നിന്നും മാറണം. യേശുവിന് വേണ്ടി ഓടാൻ അനുവദിക്കാതെ ചിലത് കാലുകളെ കെട്ടി പിന്നിലോട്ട് വലിക്കുന്ന എല്ലാ അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തകർക്കുകയാണ്. ഇപ്പോൾ അവർക്ക് മുന്നിലേക്ക് കുതിക്കുവാൻ കഴിയട്ടെ, കർത്താവിന് വേണ്ടി ഓടുവാൻ കഴിയട്ടെ, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി നിൽക്കുവാനായി കഴിയട്ടെ, ഈ ഭൂമിയിൽ അങ്ങേ പ്രതിനിധാനം ചെയ്യാനായിട്ട് കഴിയട്ടെ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അവരൊരു അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. അവരും അവരുടെ കുടുംബവും തലമുറകളും കർത്താവിന്റെ രാജ്യത്തിന് അനുഗ്രഹമായി തീരണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ.